കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയായാണ് മെഡിസെപ്പ് യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ ജീവനക്കാർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ പദ്ധതി. കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയായാണ് മെഡിസെപ്പ് വന്നത്. 10 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അംഗങ്ങളാവുന്ന മെഡിസെപ്പ് പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭിക്കുക 30 ലക്ഷത്തോളം ആളുകൾക്കാണ്. മെഡിസെപ്പ് പദ്ധതിയിൽ എൻപാനൽ ചെയ്യപ്പെട്ട ആശുപത്രികളിലൂടെ പ്രതിവർഷം 3 ലക്ഷം രൂപയുടെ അടിസ്ഥാന പരിരക്ഷ ഉറപ്പുവരുത്തുന്നതായിരുന്നു പദ്ധതി. ഇടത്തരം മധ്യവരുമാനക്കാരുടെ വിഭാഗത്തിന് കുറഞ്ഞ പ്രീമിയത്തിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്നതായിരുന്നു മെഡിസെപ്പിന്റെ ലക്ഷ്യം. താരതമ്യേന കുറഞ്ഞ പ്രീമിയം തുക ഈടാക്കുമ്പോഴും പ്രീ മെഡിക്കൽ പരിശോധനകൾ ഇല്ലാതെയാണ് മെഡിസെപ്പ് അതിന്റെ ഉപഭോക്താക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നത് എന്നതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കേരള സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ പദ്ധതിയിലൂടെ സാധിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ അവകാശവാദം. സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നേരത്തെ ജീവനക്കാർക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് സംവിധാനമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ പണം ലഭിക്കാനുള്ള കാലതാമസം ഉൾപ്പെടെ വലിയ ആക്ഷേപങ്ങൾ ഇതിനെതിരെ ഉയർന്നിരുന്നു. വർഷങ്ങൾ തന്നെ കഴിഞ്ഞാണ് പല ബില്ലുകളും പാസ്സായിരുന്നത്. അതിന് ബദലായി കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു മെഡിസെപ്പ്. മെഡിസെപ്പ് പദ്ധതിയെ കാലോചിതമായി പരിഷ്കരിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, വിലക്കയറ്റം തടയുക, ചികിത്സാ പദ്ധതി സാർവത്രികമായി ഓപ്ഷൻ നൽകുക എന്നീ ആവശ്യങ്ങളുമായി ജീവനക്കാരുടെ സംഘടനകൾ ഇപ്പോൾ നിരത്തിലിറങ്ങുകയാണ്. ഇതിനൊരു പരിഹാരം സർക്കാർ ഉണ്ടാക്കണമെന്നതാണ് ജീവനക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം. വലിയ തലവേദനയായി മാറുകയാണ് മെഡിസെപ്പ് പദ്ധതി. ഇതിനിടയ്ക്ക് മെഡിസെപ്പിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.